ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് അഞ്ചാമത്തെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അഞ്ചാമത്തെ മോഡ്യൂളിൻ്റെ പേരാണ് വാട്ടർ കെമിസ്ട്രി ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് പോർഷനായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് വാട്ടർ കെമിസ്ട്രീനെ പറ്റിയിട്ടാണ്. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ സീവേജ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ വാട്ടർ കെമിസ്ട്രീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഹൈഡേ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും ഹാർഡ്നെസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിനേക്കാളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ എന്താണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്? എന്താണ് കാഠിന്യം, ജലകാഠിന്യം എന്ന് പറയും, ഹാർഡ് വാട്ടർ എന്ന് പറയും. ഹാർഡ്നെസ്സിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം. അപ്പോൾ എന്താ ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, സോപ്പ് പതയാത്ത വെള്ളത്തിന് നമ്മൾ എന്താ പറയുക, ഹാർഡ് വാട്ടർ എന്ന് പറയും അല്ലേ? സോപ്പ് പതയാത്ത വെള്ളമാണ് ഹാർഡ് വാട്ടർ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനൊന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് അധികം വലിയ ചാൻസില്ല ഡെഫിനേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് എന്നാലും ഒരു മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. ഹാർഡ്നെസ്, ഹാർഡ് വാട്ടർ, ഡിഫൈൻ ഹാർഡ്നെസ് ഓർ ഹാർഡ് വാട്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതുന്നത്. എന്താ ഹാർഡ്നെസ്? ഹാർഡ് വാട്ടർ അല്ല ഹാർഡ്നെസ്. ഹാർഡ് വാട്ടർ ആർ ദോസ് വിച്ച് പ്രിവെന്റ് ദ ലെതറിംഗ് ഓഫ് സോപ്പ്. എന്താണ് ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ? ഹാർഡ് വാട്ടർ ആർ ദോസ് വിച്ച് പ്രിവെന്റ് ദ ലെതറിംഗ് ഓഫ് സോപ്പ്. ലെതറിംഗ് എന്ന് പറയുമ്പോൾ എന്താ? പതേനെ പ്രിവെന്റ് ചെയ്യുന്ന വാട്ടറിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ് വാട്ടർ എന്ന് പറയും. അപ്പോൾ ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ. ഹാർഡ് വാട്ടർ ആർ ദോസ് വിച്ച് പ്രിവെന്റ് ദ ലെതറിംഗ് ഓഫ് സോപ്പ്. അതിനെന്താണ്, എന്തുകൊണ്ടാണ് സോപ്പ് വെള്ളത്തിൽ പതയാത്തത്? എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അല്ലെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ എന്ന് പറയുമ്പോൾ എന്താ? ഹാർഡ് വാട്ടർ കണ്ടെയ്ൻ സാൾട്ട്സ് ഓഫ് കാൽസ്യം ഓർ മാഗ്നീഷ്യം. അപ്പോൾ ഹാർഡ് വാട്ടർ എന്താണുള്ളത്? മാഗ്നീഷ്യത്തിൻ്റെയോ കാൽസ്യത്തിൻ്റെയോ സാൾട്ടാണ് ഏതിലുള്ളത്? ഹാർഡ് വാട്ടറിലുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റാണ് പറയുന്നത്. ഹാർഡ് വാട്ടർ ആർ ദോസ് വിച്ച് പ്രിവെന്റ് ദ ലെതറിംഗ് ഓഫ് സോപ്പ്. അതായത് സോപ്പിൻ്റെ പതയുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന വെള്ളത്തിന് നമ്മൾ എന്ത് പറഞ്ഞ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞത്. അതിന് കാരണം എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ, അതിലെന്താണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ സാൾട്ട്സ് ഓഫ് കാൽസ്യം ഓർ മാഗ്നീഷ്യം. കാൽസ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെയോ സാൾട്ട് ഏതെങ്കിലും ഒന്ന് മതി. കാൽസ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെയോ സാൾട്ട് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് വേണം പറയാം. കാൽസ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെ സാൾട്ട് എന്നേ പറയുന്നുള്ളൂ. വിച്ച് മേ ബി കാൽസ്യം ബൈകാർബണേറ്റ് ആവാം. കാൽസ്യത്തിൻ്റെ മാഗ്നീഷ്യത്തിൻ്റെ സാൾട്ട് എന്നേ പറഞ്ഞുള്ളൂ. കാൽസ്യം ബൈകാർബണേറ്റ്, magnesium bicarbonate, calcium bicarbonate, magnesium bicarbonate और calcium chloride അല്ലെങ്കിൽ എന്താ magnesium chloride ആവാം, और calcium sulfate और magnesium sulfate. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ ആ വെള്ളം എന്ത് കാണിക്കും? ഹാർഡ്നെസ് കാണിക്കും. അതുപോലെ ബ്രാക്കറ്റ് നോട്ട് ചെയ്യുന്നത് വിച്ച് കണ്ടെയ്ൻ സാൾട്ട്സ് ഓഫ് കാൽസ്യം ഓർ മാഗ്നീഷ്യം ഉണ്ടല്ലോ. അതിന്റെ ബ്രാക്കറ്റ് വേണമെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ് ഓർ എന്താണ് മാഗ്നീഷ്യം ക്ലോറൈഡ്. അത് അത്ര അത്യാവശ്യമില്ല, വേണമെങ്കിൽ നോട്ട് ചെയ്താൽ മതി. അതിലെന്തൊക്കെയുണ്ട്? കാൽസ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ് ആവാം, അല്ലെങ്കിൽ ക്ലോറൈഡ് ആവാം, അല്ലെങ്കിൽ സൾഫേറ്റ് ആവാം. വേണമെങ്കിൽ ആ ബ്രാക്കറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഹാർഡ് വാട്ടർ റിയാക്ട് വിത്ത് സോപ്പ്. അതായത് ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യൂല? ലെതർ ഫോം ചെയ്യൂല. നമ്മളിപ്പോൾ വീട്ടിലെല്ലാം അലക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ വാട്ടർ ആണെങ്കിൽ സോപ്പ് പതിയും. ചില ഏരിയയിൽ എന്തുണ്ടാവും? സോപ്പ് പതിയാത്ത വെള്ളം ഉണ്ടാവും. അതാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ആ സോപ്പ് പതിയുന്നതിന് പകരം എന്താ ഫോം ചെയ്യുക? ഹാർഡ് വാട്ടർ റിയാക്ട് സോപ്പ്. ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ലെതർ, അതായത് ലെതറിന് പകരം പതയുണ്ടാവുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ലെതർ എ വൈറ്റ് precipitate is formed. ലെതർ ഉണ്ടാവുന്നില്ല, അതിന് പകരം എന്താ ഫോം ചെയ്യുന്നത്? വൈറ്റ് precipitate ഫോം ചെയ്യുന്നു. അപ്പോൾ ഹാർഡ് വാട്ടർ നമ്മൾ 3 പോയിന്റാണ് പറഞ്ഞു. എന്താ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു? അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ലെതർ ഫോം ചെയ്യുന്നതിന് പകരം ഒരു വൈറ്റ് precipitate ആണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. അത് നമ്മളിവിടെ കാണിക്കുന്നു, ഒരു റിയാക്ഷൻ ഫോമിൽ കാണിക്കുന്നു. എന്താണ് സോപ്പ്? നമുക്കറിയുന്ന സോപ്പ് C17H35CO സോപ്പിന്റെ കെമിക്കൽ ഫോർമുലയാണ്. വെൻ സോപ്പ് റിയാക്ട് വിത്ത് ഏതോ റിയാക്ട് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടർ CaCl2 എന്ന് പറയുമ്പോൾ എന്താ? ഹാർഡ്നെസ് കോസിങ് സബ്സ്റ്റൻസ് ആണ്, ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിനോട് നമ്മൾ ഹാർഡ്നെസ് ആണ് അല്ലേ? അത് ഹാർഡ് വാട്ടർ ആണ്. വെൻ സോപ്പ് റിയാക്ട് വിത്ത് ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ
കാൽസ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ സാൾട്ടാണ് നമ്മൾ പറഞ്ഞു. ഹാർഡ് വാട്ടർ ഹാർഡ്നെസ് എന്താ ഫോം ചെയ്യുക, എന്ത് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്, മഗ്നീഷ്യത്തിൻ്റെയോ കാൽസ്യത്തിൻ്റെയോ സാൾട്ട് ഹാർഡ് വാട്ടറായി ഫോം ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന സമയത്ത് ലെതറിന് പകരം അവിടെ എന്താ ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ് ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് എന്താണോ ഒന്നുമില്ല, നോക്കാനില്ല. ഇവിടെ നോക്കാം കാൽസ്യം അല്ലെ, കാൽസ്യം. അതുപോലെ തന്നെ C17H35 എത്ര പ്രാവശ്യമുണ്ട്, രണ്ടെണ്ണം ഉണ്ടെന്ന് ഇവിടെ. അപ്പം എന്താ ഫോം ചെയ്യുക, C17H35 COO. ഇത് എടുക്കുക, C17H35 COO എത്ര പ്രാവശ്യം ഉള്ളത്, ടോയ്സ് അല്ലേ, ടോയ്സ്. ശ്രദ്ധിക്കണേ, C17H35 COO രണ്ടെണ്ണം ഉള്ളത് ടോയ്സ്. ബാക്കി എന്തുണ്ട്, കാൽസ്യം. കാൽസ്യം ഓക്കെ, കാൽസ്യം കാൽസ്യമായിട്ട് കമ്പയർ ചെയ്യും. ഇനി ബാക്കിയുള്ള സാധനത്തിന് കൂട്ടി എഴുതിയാൽ ബാക്കി ഇവിടെ എന്തുണ്ട്, 2 NA ഉണ്ട്, എത്ര CN ഉണ്ട്, 2 CN ഉണ്ട് അല്ലേ, 2 NA ഇവിടെ ഉണ്ട്, 2 CN ഇവിടെ ഉണ്ട്. 2 കമ്പയർ ചെയ്താൽ ഇത് ഫോം ചെയ്യും പ്ലസ് 2 NaCl. ഈ C17H35 സോറി ഇവിടെ നമ്മൾ ഇത് തന്നെ C17H35 എന്തുണ്ടാ COO എന്ന് വിളിക്കുക, COA. ഇതൊക്കെ COO എത്ര പ്രാവശ്യം, ടോയ്സ്. ബാക്കി അവിടെ ഇവിടുത്തെ കാൽസ്യം കൂടെ വന്നാൽ ഇതാ ഫോം ചെയ്യാം. ദാറ്റ് ഈസ് C17H35 COO ടോയ്സ് CA ഇവിടുത്തെ CA. ഇതാണ് എന്ത്, പ്രിസിപ്പിറ്റേറ്റ്. ഇതിന്റെ താഴത്ത് കാണുന്നത് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് എന്ന സാധനം അവിടെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞേക്കാം, ഇവിടെ 2 CL ഉണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് ഫോം ചെയ്യും 2 NaCl ഫോം ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞു ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് കാൽസ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ സാൾട്ടാണ് പറഞ്ഞു. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തുകൂടാ, മഗ്നീഷ്യം കൊടുക്കുക. മഗ്നീഷ്യം സൾഫേറ്റ് ഏതൊക്കെ ഹാർഡ്നെസ് ഉണ്ടാക്കുക പറഞ്ഞാൽ നമ്മൾ കാൽസ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ് ഓർ മഗ്നീഷ്യം സൾഫേറ്റ്. അതായത് കാൽസ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ് ആവാം, ക്ലോറൈഡ് ആവാം, അല്ലെങ്കിൽ സൾഫേറ്റ് ആവാം. ഇത് ഏത് വേണമെങ്കിലും. ഇവിടെ നമ്മളിപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ സൾഫേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഫോം ചെയ്യാൻ സാധ്യത നോക്കിയത്, ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 2C17H35 COO സാൾട്ട്, സോപ്പ്, ഹാർഡ് വാട്ടർ. ഇത് ഹാർഡ്നെസ് ആണ്. ഫോം ചെയ്യുന്നത് C17H35 COO ടോയ്സ്. ഇതവിടെ കമ്പൈൻ ചെയ്യുന്നത് അത് ഏതൊക്കെ കാൽസ്യമാണ്, ഇവിടെ ഏതൊക്കെ കമ്പൈൻ ചെയ്യുന്നത് മഗ്നീഷ്യാണ്. പ്ലസ് അതിൻ്റെ കൂടെ ഏതുണ്ടാകുന്ന ഇവിടെ സോഡിയം 2 ഉണ്ട്, SO4. ദാറ്റ് മീൻസ് Na 2 ഉണ്ടല്ലോ, Na2 സോഡിയം 2 ഉണ്ട്, അപ്പോൾ കമ്പൈൻ ചെയ്ത Na2 ആയി. അതേപോലെ തന്നെ എടുത്തത് SO4, Na2SO4. ഇതാണ് C17H35 CO twice Mg. ഇതാണ് ഈ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് വന്ന സാധനം. അതാണ് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ്. ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യുന്ന ഇവിടെ, ലെതറിന് പകരം എന്ത് ഫോം ചെയ്യുന്നത്, വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ്. ഇത് പഠിച്ചു നോക്കണം. വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് പറഞ്ഞ സാധനം എന്താണെന്ന് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നുള്ളത് ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് ചില സമയം ചോദിക്കാം കേട്ടോ, നമ്മളെത്ര എന്താ പഠിക്കാൻ വിടാൻ വേണ്ടി പാടില്ല, ചില സമയത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 മാർക്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഹാർഡ്നെസ് സാധനം എന്താണ്, ഹാർഡ് വാട്ടർ എന്താണെന്ന് ചോദിക്കാം. നെക്സ്റ്റ് നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. അപ്പോൾ സിമ്പിളാണ്, അറിയുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും പഠിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം 2 കോളം വരയ്ക്കാം. ഒന്നിത്തിൽ ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ. സെക്കൻഡ് കോളത്തിൽ ഹാർഡ് വാട്ടർ. ഇത് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു. 1-2 ഡിഫറൻസ് നമുക്ക് ഇപ്പം തന്നെ കിട്ടും. എന്താണ് അവിടെയുള്ളത്, ഹാർഡ് വാട്ടറിൽ സോഫ്റ്റ് വാട്ടർ എന്ത് ഫോം ചെയ്യും, ലെതർ ഫോം ചെയ്യും അല്ലേ, ലെതർ ഫോം ചെയ്യും. ഹാർഡ് വാട്ടറിലോ ലെതർ ഫോം ചെയ്യില്ല അല്ലേ. സോഫ്റ്റ് വാട്ടറിൽ എളുപ്പത്തിൽ പതി ഉണ്ടാവും, ഹാർഡ് വാട്ടറിൽ ലെതർ ഫോം ചെയ്യില്ല.
ഫസ്റ്റ് ഡിഫറൻസ് ആണ് പറയുന്നത് എന്താണ്? leather is formed easily. അല്ലേ? leather എളുപ്പത്തിൽ ഫോം ചെയ്യും. leather എന്ന് പറഞ്ഞ പദയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ leather is not formed. അവിടെ എന്തില്ല? leather ഫോം ചെയ്യുന്നില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് ഹാർഡ് വാട്ടറിൽ എന്തുണ്ട്? കാൽസ്യത്തിന്റെ മാഗ്നീഷ്യത്തിന്റെ സാൾട്ട് ഉണ്ട്. സോഫ്റ്റ് വാട്ടറിലോ അതുണ്ടാവും? ഇല്ല. അപ്പൊ എന്താണ്? salts of calcium and magnesium. The calcium or magnesium are എന്താണ്? absent. രണ്ടുമില്ലല്ലോ. കാൽസ്യത്തിന്റെ മാഗ്നീഷ്യത്തിന്റെ സാൾട്ട് ഹാർഡ് സോഫ്റ്റ് വാട്ടറില്ല. മാറിപ്പോലെ എഴുതുന്ന സമയത്ത്. നെക്സ്റ്റ് സോഫ്റ്റ് വാട്ടർ സാൾട്ട് സമയത്ത് salts of calcium or magnesium is പ്രസന്റ്. കാൽസ്യത്തിന്റെ മാഗ്നീഷ്യത്തിന്റെ സാൾട്ട് അതിൽ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലീനിങ് ആക്ഷൻ ഓഫ് soap is not depressed. അതിന് മീനിങ് എന്താ? ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് ഈസ് നോട്ട് ഡിപ്രസ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ അലക്കിയാലും ബുദ്ധിമുട്ടില്ല. നമുക്ക് എന്താ പദം ഫോം ചെയ്യുന്നുണ്ട്. സോപ്പിന്റെ ക്ലീനിങ് ആക്ഷൻ ഒന്നും അവിടെ വ്യത്യാസം വരുന്നില്ല. ഡിപ്രസ് ചെയ്യുന്ന വെച്ചാൽ കുറയുന്ന മീൻ ചെയ്യുന്നു. അവിടെ സോപ്പിന്റെ ക്ലീനിങ് ആക്ഷൻ കുറവ് വരുന്നില്ല. എന്ന് വെച്ചാൽ അവിടെ എളുപ്പത്തിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? പദം ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ പോലെ എന്താ? ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് ഈസ് നോട്ട് ഡിപ്രസ്ഡ്. ഇവിടെ പറയുന്നത് മൂന്നാമത്തെ ക്ലീനിങ് ആക്ഷൻ ഓഫ് soap is depressed. ഇവിടെ ക്ലീനിങ് ആക്ഷൻ സോപ്പ് ഡിപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ പദം ഉണ്ടാവുന്നില്ല. ലെതറ ഫോം ചെയ്യുന്നു അല്ലേ? സോറി, വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് ഈസ് ഡിപ്രസ്ഡ് ആണ് അല്ലേ? നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് ലാർജ് എമൗണ്ട് ഓഫ് ഇവിടെ സ്മോൾ amount of fuel is needed for cooking purpose. അതായത് ഇപ്പോൾ നമ്മൾ ഹാർഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് പാചകം ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പാചകത്തിന് ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഫ്യൂവൽ നമുക്ക് ചിലവായിപ്പോകും, വേസ്റ്റ് ആയിപ്പോകും. ആദ്യം ഹാർഡ് വാട്ടർ നമുക്ക് ഡീറ്റെയിൽ പിന്നെ പറയാം. ഹാർഡ് വാട്ടർ സോഫ്റ്റ് വാട്ടറായി കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് ഹീറ്റ് അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ എന്താ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഇവിടെ സോഫ്റ്റ് വാട്ടർ ഉപയോഗിക്കും. നമ്മളിപ്പോൾ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന സോഫ്റ്റ് വാട്ടർ നമ്മുടെ വീട്ടിലല്ലോ സാധാരണ സ്ഥലങ്ങളിലല്ലോ. അപ്പോൾ അവിടെ നമുക്ക് നോർമൽ ഫ്യൂവൽ മതിയാവും. ചില ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വെള്ളത്തിന് നല്ലോണം ചൂടാക്കേണ്ടി വരും. മീൻസ് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഫ്യൂവൽ നല്ലോണം ചിലവാകും. അതവിടെ പറഞ്ഞാൽ സോഫ്റ്റ് വാട്ടർ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് നീഡഡ് ഫോർ കുക്കിംഗ് പർപ്പസ്. കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് മീൻസ് ഫ്യൂവൽ മതിയാവും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരുപാട് എമൗണ്ട് ഫ്യൂവൽ വേണ്ടി വരും. അത് സിമ്പിളാണ്, ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. ഇവിടെ വേണ്ടത് ലാർജ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ is needed for cooking. ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫ്യൂവൽ ഇവിടെ ചിലവാകും. ഹാർഡ് വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സോഫ്റ്റ് വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്യൂവൽ മതിയാവും. ഇനി നെക്സ്റ്റ് വേറൊരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അഞ്ചാമത്തെ പോയിന്റ് അവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റുന്നത്, നമ്മളിപ്പോൾ കുളിക്കാനും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ 2 വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ഹാർഡ് വാട്ടർ ആണെങ്കിൽ എന്ത് വേണ്ടി വരും? മോർ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെ ഈസ് നീഡഡ് ഫോർ ബോത്ത് വാഷിംഗ് ആസ് വെൽ ആസ് ബാത്തിങ്. ഇവിടെ എഴുതുന്ന പോയിന്റ് ആണ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ഫോർ വാഷിംഗ് ആസ് വെൽ ആസ് ബാത്തിങ്. അതായത് നമ്മൾ വാഷിങ്ങിന് ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ചിലവായി പോകും.
ഇവിടെയാണെങ്കിലോ ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ഫോർ വാഷിംഗ് ആസ് വെൽ ആസ് ബാത്തിങ്. ആ പോയിന്റ് വേണം കാണിയട്ടോ. ഇവിടെ ബാത്തിങ്ങിന് നമ്മൾ സോപ്പ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ഫോർ വാഷിംഗ് ആസ് വെൽ ആസ് ബാത്തിങ്. ഇവിടെ ഹാർഡ് വാട്ടറിന്റെ കേസിലാണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ഫോർ വാഷിംഗ് ആസ് വെൽ ആസ് ബാത്തിങ്. അത് വേണമെങ്കിൽ അഞ്ചാമത്തെ ഒരു പോയിന്റായിട്ട് നമുക്കവിടെ ചേർക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ 4 എണ്ണം കറക്റ്റായിട്ട് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ലാദർ ഫോം ചെയ്തു, ലാദർ ഫോം ചെയ്യുന്നില്ല. പിന്നെ സാൾട്ട് ഉണ്ട്, കാൽസ്യത്തിൻ്റെ മാഗ്നീഷ്യത്തിൻ്റെ സാൾട്ട് ഉണ്ട്, അവിടെ ആബ്സെൻ്റ് ആണ്. ബാക്കി 2 പോയിന്റ് കൂടെ പഠിച്ചു. 4 പോയിന്റ് നമ്മൾ മിനിമം ഓർത്തു വെക്കണം. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പററി ഹാർഡ്നസ് ആൻഡ് പെർമനന്റ് ഹാർഡ്നസ്. അതായത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഹാർഡ്നസ് എന്ന് ചോദിക്കാം. ടൈപ്സ് ഓഫ് ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ടെമ്പററി ഹാർഡ്നസ് ഉണ്ട്, അതുപോലെ തന്നെ പെർമനന്റ് ഹാർഡ്നസ് ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ടെമ്പററി ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ അത് പേര് തരും. ടെമ്പററി ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ ഹാർഡ്നസ് ടെമ്പററി ആയിരിക്കും അല്ലേ, നമുക്കതിനെ നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് സോഫ്റ്റ് വാട്ടറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പെർമനന്റ് പറയുമ്പോൾ അവിടെ പെർമനന്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നോക്കാം, നമുക്ക് അവിടെ ടെമ്പററി ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സാൾട്ട്സ് ഓഫ് കാൽസ്യം ഓർ മാഗ്നീഷ്യം എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയാം. ഇറ്റ് കണ്ടെയ്ൻസ്, ദാറ്റ് മീൻസ് ടെമ്പററി ഹാർഡ്നസ് എന്ന് പറഞ്ഞത് ഇതിൽ എന്താ ഉള്ളത്? ഇറ്റ് കണ്ടെയ്ൻസ് ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ഓർ മാഗ്നീഷ്യം. അതായത് വെള്ളത്തിൻ്റെ കൂടെ കാൽസ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ ആ വാട്ടർ എന്ത് കാണിക്കും? ടെമ്പററി ഹാർഡ്നസ് കാണിക്കും. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്? ഇറ്റ് കണ്ടെയ്ൻസ് ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ഓർ മാഗ്നീഷ്യം. കാൽസ്യം ഓർ മാഗ്നീഷ്യം രണ്ടും കാണുന്നില്ല. ദാറ്റ് മീൻസ് ഐദർ ഇറ്റ് മേ ബി കാൽസ്യം ബൈകാർബണേറ്റ് ഓർ മാഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഒന്നിക്കൽ അത് കാൽസ്യം ബൈകാർബണേറ്റ് ആവാം, അല്ലെങ്കിൽ എന്താകാം? മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ആവാം. നെക്സ്റ്റ് അല്ലേ, അടുത്ത പോയിന്റ് അപ്പുറത്തെ സൈഡിൽ പറയാം. ഇറ്റ് കണ്ടെയ്ൻസ് ക്ലോറൈഡ് ഓർ സൾഫേറ്റ് ഓഫ് കാൽസ്യം ഓർ മാഗ്നീഷ്യം. ഇതിന് കാരണം എന്താണ്? കാൽസ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെയോ ക്ലോറൈഡോ അല്ലെങ്കിൽ സൾഫേറ്റോ വെള്ളത്തിലുണ്ടെങ്കിൽ അതെന്ത് കാണിക്കും? പെർമനന്റ് ഹാർഡ്നസ് കാണിക്കും അല്ലേ. അതെന്തൊക്കെയാവാം? അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാകും. കാൽസ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെയോ ക്ലോറൈഡ്, ദാറ്റ് മീൻസ് കാൽസ്യം ക്ലോറൈഡ് ഓർ ഇല്ല 4 ആണെന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒന്ന് മതി. കാൽസ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം ക്ലോറൈഡ് ആവാം അല്ലേ. കണ്ടെയ്ൻ ക്ലോറൈഡ് ഓർ സൾഫേറ്റ്, അല്ലെങ്കിൽ എന്താവാം? മാഗ്നീഷ്യം സൾഫേറ്റ് ആവാം, കാൽസ്യം സൾഫേറ്റ് ആവാം. അത് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോളാം. ക്ലോറൈഡ് ഓർ സൾഫേറ്റ് ഓഫ് കാൽസ്യം ഓർ മാഗ്നീഷ്യം ബ്രാക്കറ്റിൽ എഴുതാം. മനസ്സിലായി? അപ്പോൾ കാൽസ്യം വാട്ടറിൻ്റെ കൂടെ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ ഹാർഡ് വാട്ടർ ആണ്. വാട്ടറിൻ്റെ കൂടെ മാഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ടെങ്കിൽ ഹാർഡ് വാട്ടർ. എന്ത് ഹാർഡ്നസ് കാണിക്കുന്നത്? പെർമനന്റ് ഹാർഡ്നസ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേര് തന്നെ ഉണ്ട് ടെമ്പററി ഹാർഡ്നസ് എന്ന് പറഞ്ഞത് അല്ലേ. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സോഫ്റ്റ് വാട്ടർ. അതിനെ സോഫ്റ്റ് വാട്ടറാക്കി കൺവേർട്ട് ചെയ്യാം ബൈ ബോയിലിംഗ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിമൂവ് ബൈ ബോയിലിംഗ്. ഇറ്റ് ക്യാൻ ബി റിമൂവ് ബൈ എന്ന് പറയുമ്പോൾ അവിടെ ഹാർഡ്നെസ്സിനെ നമുക്ക് ഇല്ലാതാക്കാം. ഹാർഡ്നസ് ഇല്ലാതാക്കാൻ പറയുമ്പോൾ എന്താക്കാൻ പറ്റുക? സോഫ്റ്റ് വാട്ടറാക്കി മാറ്റാം. ഇറ്റ് ക്യാൻ ബി റിമൂവ് ബൈ ബോയിലിംഗ്. ബോയിലിംഗ് പ്രോസസ്സ് നടത്തിയാൽ അതിനകത്ത് ഹാർഡ്നസ് ഇല്ലാതാവാന്ന് പറയുമ്പോൾ അതിനെ സോഫ്റ്റ് വാട്ടറായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പെർമനന്റ് ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കനോട്ട് ബി റിമൂവ് ബൈ ബോയിലിംഗ്. ബോയിലിംഗ് നടത്തിയാൽ അതിൻ്റെ ഹാർഡ്നസ് ഇല്ലാതാവില്ല. വേറെ മെത്തേഡ് സിയോലൈറ്റ് പ്രോസസ്സ്, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇറ്റ് കനോട്ട് ബി റിമൂവ് ബൈ ബോയിലിംഗ്. ബോയിലിംഗ് നടത്തിയാൽ അതിൻ്റെ ഹാർഡ്നസ് ഇല്ലാതാവില്ല. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ അടുത്ത പോയിന്റ് അല്ല, ഇത് അതിൻ്റെ റിയാക്ഷനാണ്. ഇറ്റ് ക്യാൻ ബി റിമൂവ് ബൈ ബോയിൽ ചെയ്താൽ അതിൻ്റെ ഹാർഡ്നസ് ഇല്ലാതാവുന്നത് നമ്മൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് കാൽസ്യം ബൈകാർബണേറ്റ് എന്ത് ഹാർഡ്നസ് ആണ്? ടെമ്പററി ഹാർഡ്നസ് ആണ്. വാട്ടറിൻ്റെ കൂടെ കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ ടെമ്പററി ഹാർഡ്നസ് ആണ്. വി ഹാവ് ടു റിമൂവ് കാൽസ്യം ബൈകാർബണേറ്റ്. നമുക്ക് കാൽസ്യം ബൈകാർബണേറ്റിനെ റിമൂവ് ചെയ്യേണ്ടത്. കാൽസ്യം ബൈകാർബണേറ്റിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ ദാറ്റ് മീൻസ് ടെമ്പററി ഹാർഡ്നസിനെ റിമൂവ് ചെയ്താൽ നമ്മൾ ബോയിൽ ചെയ്താൽ ബോയിൽ ചെയ്യും. അപ്പോൾ കാൽസ്യം ബൈകാർബണേറ്റ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ബോയിൽ ചെയ്താൽ എന്തായി കൺവേർട്ട് ചെയ്യും? കാൽസ്യം കാർബണേറ്റ് ഫിൽറ്റർ ചെയ്ത് കളയാം. പിന്നെ ഒന്ന് വാട്ടറാണ്, പിന്നെ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. ഗ്യാസ് അവിടെ നിൽക്കില്ല, അത് പോയിക്കോളൂ അല്ലെ, ഗ്യാസ് മുകളിലോട്ട് പോയിക്കോളൂ. ഇനി മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ടെമ്പററി ഹാർഡ്നസ് കാണിക്കുന്ന സാധനമാണ്. അതിനെ റിമൂവ് ചെയ്തു. ഏത് പ്രോസസ്സിന് മുഖേന? ബോയിൽ ചെയ്തു.
മെഗ്നീഷ്യം ബൈകാർബണേറ്റ് കൺവേർട്ട് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, രണ്ടും ഒരേപോലെയല്ല. കാൽസ്യം ബൈകാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ആയിട്ടാണ് മാറുന്നത്. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിനെ പറ്റി പറയാനുള്ളത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ഒഴിവാക്കുന്ന ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്റർ നമുക്ക് ലാസ്റ്റാണ് എടുക്കുന്നുണ്ടാവുക, അതുകൊണ്ട് സമയം കുറവായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അങ്ങനത്തെ ഒരു മുൻധാരണ വേണ്ട. നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എളുപ്പമല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമല്ല, ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പം എല്ലാ കുട്ടികളും ഈ ചാപ്റ്റർ ഒരിക്കലും ഒഴിവാക്കിയിട്ട് നമുക്ക് സ്പെക്ട്രോസ്കോപ്പി ഇൻസ്ട്രുമെൻറ്റേഷൻ മെത്തേഡിൽ ഒരുപാട് പഠിക്കുക. മീൻസ് നമ്മൾ ഇതുവരെ ടച്ച് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളാണ്. അതാണ് പിന്നെയും നിങ്ങൾക്ക് ടഫായിട്ടില്ല. ഇതുവരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ചാപ്റ്ററാണിത്. മാക്സിമം എല്ലാവരും ഇതിലത്തെ ഒരു പോർഷൻ ഒഴിവാക്കാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള പോർഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.